ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലമായി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. ഞാൻ കൂടുതലും വ്ളോഗ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഐ യൂസ് ടു ടേക്ക് ദ ഇൻട്രോ ഒക്കെ എടുത്ത് വെക്കും. ബട്ട് ദെൻ അവിടെ പോകുമ്പം ഒന്നിക്ക് ആ സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വീഡിയോ നടക്കില്ല. സോ ദിസ് ടൈം ഞാൻ എൻ്റെ ചാനലിൽ റിവ്യൂ എന്നെ ബേസ് ചെയ്തിട്ടൊരു വ്ളോഗാണ്, ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സോ റിവ്യൂ ഇൻ ദ സെൻസ്, എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ യു എയിൽ വന്ന കാര്യവും ഇവിടെ ജോബ് നോക്കുന്ന കാര്യവും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. യു എയിൽ എങ്ങനെയാണ് ജോബ് നോക്കുന്നത്, എന്തൊക്കെ ആപ്പ് വഴിയാണ്, അല്ലെങ്കിൽ യു എയിൽ ഡെൻറ്റിസ്റ്റ് ആയിട്ട് തന്നെയാണോ വർക്ക് ചെയ്യാൻ നോക്കുന്നത്, എന്തെങ്കിലും എക്സാം പാസ്സായിട്ടുണ്ടോ, എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്തത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. സോ ഐ തോട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയണില്ല, ബട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് ഒരു വലിയൊരു ക്ലാരിഫിക്കേഷൻ ലേറ്റർ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എല്ലാ ഡൗട്ട്സും. അതായത് UAE എമിറേറ്റ്സിൽ മൊത്തം കുറേ എക്സാംസ് ഉണ്ട്. ഈ ഓരോ എമിറേറ്റിനും ഓരോ എക്സാമാണ്. ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്ന എക്സാം MOH എന്ന് പറഞ്ഞാണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ. അത് ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഈ 3 എമിറേറ്റ്സിലാണ് ഇത് വാലിഡ് ആയിട്ടുള്ളത്. സോ ഈ എക്സാം പാസ്സാവാൻ ക്വാളിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ BDS, ഒബ്വിയസ്ലി BDS, പിന്നെ PG ഉണ്ടെങ്കിൽ PG. അപ്പം ഞാൻ BDSൻ്റെ കാര്യം പറയാം. PGക്ക് എക്സ്പീരിയൻസും അവരുടെ രജിസ്ട്രേഷനൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും എക്സാമൊക്കെ. BDSൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് 2 years എക്സ്പീരിയൻസ് കൂടെ വേണം. അതായത് ഇൻറ്റേൺഷിപ്പ് പ്ലസ് 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ MOH എക്സാം. MOH എക്സാം എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ എനിക്ക് സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും എന്ന് തോന്നിയില്ല. ഐ വെൻ ഫോർ കോച്ചിങ്. അതും ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗൾഫി ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേജിലാണ് കോച്ചിങ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞാൻ ഫോളോ ചെയ്തു. സോ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ബിക്കോസ് നമ്മൾ ഈ എക്സാം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 years. അപ്പോൾ ഇത് സാധാരണ നമ്മൾ നീറ്റ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെന്റൽ എക്സാം എഴുതുന്ന പോലെയല്ല. കുറച്ചൊരു ആ ക്വസ്റ്റ്യൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഓപ്ഷൻസ് ഒക്കെ കുറച്ച് നമുക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസാണ് തരിക. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഗോ ഫോർ എ കോച്ചിങ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. സത്യം പറഞ്ഞാൽ ഒരു 1.5 month ആണ് കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തിയുള്ളൂ. ബട്ട് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് പാസ് ആവുന്നൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. ബട്ട് ഐ വാസ് ലൈക്ക് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല, അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു. ആൻഡ് ദെൻ കുഴപ്പമില്ലാതെ കിട്ടി. പിന്നെ ജോബ് നോക്കുന്നത്, എനിക്കിവിടെ ജോബ് ആയിട്ടില്ല. സോ എൻ്റെ ഹസ്ബൻഡ് MOH അല്ല, DHA എക്സാമാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. DHA എന്ന് പറയുന്നത് ദുബായിൽ വർക്ക് ചെയ്യാനുള്ളതാണ്. ബട്ട് ആൾക്ക് ദുബായിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഓപ്റ്റ് ചെയ്തില്ല. വെയിറ്റ് ചെയ്തപ്പോൾ പിന്നെ അജ്മാനിൽ വേറെ ജോബ് കിട്ടി. അപ്പോൾ അജ്മാനിലേക്ക് മാറണമെങ്കിൽ നമുക്ക് DHA കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. DHA കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ DHA നമ്മൾ MOHലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷേ MOH തിരിച്ച് DHAയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 3 months മിനിമം എക്സ്പീരിയൻസ് എങ്കിലും വേണം. സോ ഇപ്പോൾ പുള്ളി അജ്മാനിൽ വർക്ക് ചെയ്യാണ്, ഞാൻ ഇവിടെ ജോബ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ജോബ് നോക്കിയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടുത്തെ ഇൻഡീഡ്, ബെയ്റ്റ്, ലിങ്ക്ഡിൻ, പിന്നെ നൗക്കരി, ഗൾഫ്, ഇങ്ങനത്തെ കുറച്ച് ആപ്പുകളിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ UAE എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ദുബായിലാണ് ഉള്ളത്. പിന്നെ ദുബായിലോട്ട് മാറാൻ എനിക്ക് ഇനി പറ്റില്ല. ബിക്കോസ് ഞാൻ MOH ആണ് എഴുതിയത്. MOHന് മാറണമെങ്കിൽ 3 months എക്സ്പീരിയൻസ് എങ്കിലും വേണം. സോ എനിക്ക് ഈ ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ എന്നുള്ള എമിറേറ്റ്സിൽ മാത്രമേ ജോബ് നോക്കാൻ പറ്റുള്ളൂ. ഇവിടെയും ഫുജൈറയിലും കിട്ടും. ഓക്കെ, ഫുജൈറയിലും കിട്ടും. അതെനിക്കറിയില്ലായിരുന്നു. സോ അതാ ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്ത ഒരാളായിട്ട് ഐ തോട്ട് ഐ വിൽ ഹാവ് എ സെഷൻ വിത്ത് ഹെം, ലൈക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് അല്ല. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. പിന്നെ ജോബ് കിട്ടിയ ആളടുത്ത് നമുക്ക് ചോദിക്കാം എന്ത് വഴിയാണ് അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന്. എനിക്ക് ജോബ് കിട്ടാത്തതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ജോബ് കിട്ടി എന്നുള്ളതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റില്ല. ഹി ഗോട്ട് ജോബ് ഇൻ ദുബായ്. പക്ഷേങ്കിൽ ദുബായിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്.
അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇനീഷ്യലി ആസ് എ ഫ്രഷർ ബിഗിനർ നമുക്ക് വേറെ ഈ അജ്മാൻ പോലത്തെ സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്തിട്ട് അല്ലെ ഇവിടെ ജോബ് നോക്കി പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഏതൊക്കെ ആപ്പാണ് ഹെൽപ്പ് ചെയ്തത് ജോബിന് വേണ്ടി? നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു CV ആണ്. കുറച്ചുകൂടെ ലൗഡ് ആയിക്കോട്ടെ. ATS ഫ്രണ്ട്ലി CV ആണ്. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം. കാരണം ഇവിടെ ഒരു കമ്പനിയിൽ ഒരുപാട് CV-കൾ വരും. ഒരുപാട് CV-കൾ, ഒരു 1000 CVs ഒരു ദിവസം തന്നെ വരും. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഈ CV എല്ലാം ഒന്ന് സോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ട ക്ലയൻസിനെ മാത്രം സോർട്ട് ചെയ്തെടുക്കാനും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. സോ നമുക്ക് ആ CV പ്രിപ്പയർ ചെയ്യാൻ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ATS ഫ്രണ്ട്ലി CV റെസ്യൂമേ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് നമ്മൾ നാട്ടിൽ വെറുതെ ഒരു CV റാൻഡം ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെയല്ല ഇവിടെ CV-ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ CV-യുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൽ അവർക്ക് വേണ്ട മെയിൻ നമ്മളിങ്ങനെ കുറെ ചറവറ കാര്യങ്ങൾ എഴുതാതെ മെയിൻ ആയിട്ട് എന്താണ് ഒരു എംപ്ലോയറിന്റെ കണ്ണിൽ പെടേണ്ട ആ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു CV എന്തായാലും വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഗെറ്റപ്പ്, നമ്മൾ വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് വെൽ മാനേർഡ് ആയിട്ട് നമ്മളുടെ ലാംഗ്വേജും അത്യാവശ്യം നന്നായിരിക്കണം, സംസാരിക്കുന്ന രീതികൾ ഇതൊക്കെ അവർ ചെക്ക് ചെയ്യും. എനിക്ക് തോന്നിയ എന്താണോ, നമുക്ക് ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ റെസ്പോണ്ട് ചെയ്തിട്ടാണോ നമ്മൾ നേരിട്ട് പോകേണ്ടത്, അതോ ഇവിടെ നമ്മൾ ഓരോ ക്ലിനിക്കിലും പോയിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ, വേക്കൻസി ഉണ്ടോ? ഇവിടെ കൂടുതലും ജോബ് കിട്ടുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് കൺസൾട്ടൻസി ആണ് ഇവിടുത്തെ ഒരു ഗ്യാങ് ആയിട്ട് നടക്കുന്നത്. മനസ്സിലായില്ല. കൺസൾട്ടൻസി വഴിയാണ് ഇപ്പൊ ഗവൺമെന്റ് ജോബ് ആണെന്നുണ്ടെങ്കിലും അവർ കൺസൾട്ടൻസിക്ക് കൊടുക്കും. ഒരു കൺസൾട്ടൻസ് ആണ്, ഏജൻസ് ഉണ്ട്. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ നെറ്റ്വർക്കിംഗ്. നിങ്ങൾക്ക് നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ജോബ് കിട്ടിയതിന്റെ മെയിൻ കാരണം എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ ശ്രീവേലാണ്. അപ്പൊ ആളുടെ ഒരു കെയർ ഓഫിൽ നമുക്കൊരു ആളുടെ ഒരു ഫ്രണ്ടാണ് നമ്മളൊരു സ്ഥലത്തേക്ക് ഇന്റർവ്യൂവിന് വിട്ടു. അവിടെയാണ് ഒരു ഇന്റർവ്യൂ വന്നത്, അജ്മാലിലുള്ള ഇന്റർവ്യൂ. അതിന് മുന്നേ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, അത് ഇൻഡീഡ് വഴിയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇൻഡീഡ് വഴിയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഷാർജയിൽ കിട്ടി, അതും കിട്ടിയത് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ CV-കൾ പല ക്ലിനിക്കുകളിൽ പോയി ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊന്നും അങ്ങനെ അത്രയും വലിയ എഫക്റ്റീവ് അല്ല. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി വരുന്ന സമയങ്ങളിൽ ജോബ് സെർച്ചിങ് ഇസ് എ ഹെക്ടിക് ജോബ്. വളരെ ടീഡിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എല്ലായിടത്തും പോയി നമ്മൾ CV കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ റിസപ്ഷൻ വരെയൊക്കെ ചിലപ്പോൾ എത്തിയെന്ന് വരുള്ളൂ. അതൊന്നും നമ്മളെ തളർത്താൻ പാടില്ല. അങ്ങനെ ഓഫർ തീരെ വരാണ്ടിരിക്കില്ല. ദിസ് ഇസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ സ്റ്റാർട്ട് സ്ലോ. ഇവിടെ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് മലയാളീസ് തന്നെയാണ്. അപ്പൊ UAE ഉറപ്പായിട്ട് നമ്മൾ മലയാളികളെ ഹെൽപ്പ് ചെയ്യും. UAE കെട്ടിപ്പൊക്കിയത് തന്നെ മലയാളികളുടെ കഴിവുകൊണ്ടാണ്. കൺസൾട്ടൻസി വഴിയാണെന്നുണ്ടെങ്കിൽ കൂടിയും അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് പേ ചെയ്യാൻ റെഡിയാണ്. ഇപ്പൊ അവര് പറയും നിങ്ങൾക്ക് 1 month സാലറി നിങ്ങൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലി തരാം. ഇവിടെ കൂടുതൽ അങ്ങനെ, അതായത് നമ്മുടെ ഫസ്റ്റ് മന്ത് സാലറി നമ്മൾ ഏജൻസിന് കൊടുക്കണം, അവരുടെ ഒരു ഫീ എന്ന രീതിയിൽ. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ വന്നത് 2 months വിസിറ്റിംഗ് വിസയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ജോബിന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യം വിസ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് വിസ ഉണ്ട്, അത് ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് അല്ലേ? അത് ഫീമെയിൽസിനാണ് അത് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. അവർ നോക്കുന്നത് ഹസ്ബൻഡ് വിസ, സ്പൗസ് വിസ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ്. എംപ്ലോയേഴ്സ് പല ടൈപ്പുള്ള എംപ്ലോയേഴ്സ് ഉണ്ട്. ചിലപ്പോൾ കൺജ്യൂസ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ഉണ്ട്, അധികം പേയ്മെന്റ് കൊടുക്കാനല്ലാത്ത നല്ല എംപ്ലോയേഴ്സ് ഉണ്ട്, നല്ല പേയ്മെന്റ് ഒക്കെ ചെയ്യാന്ന്. സോ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം അങ്ങനെ എംപ്ലോയേഴ്സ് എപ്പോഴും നോക്കുന്ന എന്താ, അവരുടെ കോസ്റ്റ് കട്ട് ചെയ്യാനാണ് എപ്പോഴും നോക്കുക. സോ ഓൾവേസ് വിസ എന്ന് പറയുന്നതിന് നമുക്കൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, ദാറ്റ് ഈസ് ദ ബെനിഫിറ്റിംഗ്. അത് അവർക്ക് ഒരു വിഷയമല്ല എന്നുള്ള എംപ്ലോയേഴ്സും ഉണ്ട്. അവർ വിചാരിക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഒന്നുകിൽ സ്പൗസ് വിസ അല്ലെങ്കിൽ നമ്മുടെ വിസയുടെ പൈസ മണി നമ്മൾ ബെയർ ചെയ്യേണ്ടി വരും. അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പക്ഷെ മോസ്റ്റ് ഓഫ് ദം പ്രിഫർ അങ്ങനെ. നമുക്ക് സ്വന്തമായിട്ട് വിസ ഉണ്ടെങ്കിൽ അവരുടെ പണി കുറഞ്ഞു. നമ്മൾ കൂടുതലും ഈ MOH എന്നുള്ള ഭാഗം, അജ്മാൻ അതുപോലെ തന്നെ ഷാർജ എന്ന് പറയുന്ന കാര്യം, ദുബായിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അവര് ഓഫർ ചെയ്യും. കൂടുതൽ കമ്മീഷൻ ബേസ് ആണ് സാലറിയുടെ കാര്യം. എങ്ങനെയാ ആവറേജ് വരുന്നത്? 3000 ആണ് ആവറേജ്. 2000 റേഞ്ച് എന്ന് പറയാൻ 3000 to 4000, 4000, 5000 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. സോ പക്ഷെ ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടുണ്ട് 7000 ഒക്കെ BDSകാർക്ക് വിത്ത് UAE എക്സ്പീരിയൻസ്. ആര് പോയാലും UAE എക്സ്പീരിയൻസ്. നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ
ഡിമെറിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് UAE എക്സ്പീരിയൻസ് ഇല്ല, അത് കാരണം അവർ പറയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് UAE എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ് ടു 10,000 dirhams വരെ BDS ഡിപെൻഡ്സ് ഓൺ യുവർ എംപ്ലോയർ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ കീപ് ട്രൈങ് ചെയ്തോണ്ടിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ 8,000 മന്ത്ലി കിട്ടുന്ന ഡെന്റിസ്റ്റുകാരുണ്ട്, 25-35K ഒക്കെ കിട്ടുന്ന ഡെന്റിസ്റ്റുകളുണ്ട്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ഏത് സാലറിയിൽ വർക്ക് ചെയ്യാനാണോ നിങ്ങൾക്ക് താല്പര്യം, അപ്പൊ അങ്ങനെ ഒരു വലിയൊരു റേഞ്ച് ഉണ്ട്. നമ്മുടെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സെയിം കാര്യം തന്നെ ഇവിടെ നിന്ന്. പിന്നെ ജോബ് കിട്ടുന്ന കാര്യം എന്ന് വെച്ചാൽ കഷ്ടപ്പെടും, കുറച്ച് കഷ്ടപ്പാടാണ്. ഒന്നാമത്തെ ലാംഗ്വേജ്, പിന്നെ നാട്ടിലത്തെ പോലെ കോണ്ടാക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ടാവില്ല. പിന്നെ സ്റ്റേ ഫുഡൊക്കെ, ജോലി കിട്ടുന്ന വരെയുള്ള ഒരു സ്റ്റേ ഫുഡ്, അങ്ങനത്തെ കാര്യം. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എക്സാമിനെ പറ്റി ഞാൻ MOH എഴുതി, എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. DHA ആണ് പ്രണവ് എഴുതിയത്. ഹൗ ഇസ് DHA? വലിയ ബുദ്ധിമുട്ടില്ല. കോച്ചിങ് ഇല്ലാതെ പാസ്സാകാൻ പറ്റുമോ? കോച്ചിങ് ഇല്ലാതെ പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് DHA കുറിച്ച് എക്സാംസിനെ കുറിച്ച് ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവുന്നുള്ളൂ. ഞാൻ വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് 2 weeks ആണ് എന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. 2 weeks കൊണ്ട് ഐ ജസ്റ്റ് ക്രാക്ക് DHA, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ പക്ഷെ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാവണമെങ്കിൽ ഒന്നാമത് ഇവര് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ചെയ്യില്ല, ഐ മീൻ ഇറക്കില്ല. ഈ നമ്മൾ കോച്ചിങ്ങിന് പോവുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അത് എഴുതിയ ആൾക്കാരെ ഓർത്തെടുക്കുന്ന ക്വസ്റ്റ്യൻസ്, അല്ലാതെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ ഔട്ട് ആക്കില്ല. അപ്പൊ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ പെർസ്പെക്റ്റീവ്, കൂടുതലും ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ്, എല്ലാം തിയറി അല്ല. ക്ലിനിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കലി പ്രാക്ടീസ് ഉണ്ട്, നിങ്ങൾക്കൊരു ഇറ്റ് ഈസ് ഓൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും തിരിച്ചും ചോദിക്കുന്നു മാത്രമേ ഉള്ളൂ. എൻഡോ, പ്രോസ്തോ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഞാനിപ്പോ എൻഡോ നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻഡോ കാര്യമായിട്ട് ഞാൻ പഠിച്ചു, അത് പ്രോപ്പറായിട്ട് കിട്ടിയോണ്ട് ഐ കുഡ് ക്ലിയർ ഇറ്റ്. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ എക്സാമിൻ്റെ കാര്യം മാത്രമല്ല, ഇവിടത്തേക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം. MOHൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. DHAക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ദുബായ് എക്സാം ആദ്യം എഴുതിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ MOHൻ്റെ കേസിൽ നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ കുറച്ച് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കോളേജ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെയാണ്. അതുകൂടാതെ പാസ്പോർട്ട്, പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളെ കേരള കൗൺസിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് കൗൺസിലാണ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അവിടെ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞല്ലോ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത്ര സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പ്രോപ്പറായിട്ടൊക്കെ ചെയ്യണം. അപ്ലോഡിങ്ങും കാര്യങ്ങളും രജിസ്ട്രേഷനൊക്കെ. ബെറ്റർ നിങ്ങളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്തോളും. പിന്നെ എക്സാം ഡേറ്റ് എടുത്തരുന്നവരെ അവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലാം നമ്മളൊന്നും നോക്കണ്ട, ഡേറ്റ് അവരെടുത്തരും, ക്വാളിഫൈ ആവുക, അത് മാത്രമേ ചെയ്യണ്ടൂ. ഒരു 1.5 month ഒക്കെയാണ് ഈ ഡാറ്റ വെരിഫിക്കേഷൻ, ഈ സർട്ടിഫിക്കേഷൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നത്. അത്രേ ടൈമേ എടുക്കുള്ളൂ. അപ്പോൾ വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ദിസ് ഡാറ്റ വെരിഫിക്കേഷൻ, അപ്പം തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഡാറ്റ വെരിഫിക്കേഷൻ കാര്യങ്ങൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ എക്സാം കൊടുക്കുക, ക്ലിയർ ചെയ്യുക. ഒരു 2 months ഉള്ള കാര്യങ്ങളൊക്കെ കഴിയും. എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഐ മീൻ നമ്മൾ വേറെ കൺട്രീസിലൊക്കെ പോകുന്ന വെച്ച് നോക്കുമ്പം ഇവിടെ ഒരു 1 lakh ഉള്ളിൽ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, കാര്യങ്ങൾ, എക്സാം എല്ലാ ഫീസും ഈ 1 lakh ഉള്ളിൽ കഴിയും. അതിൽ കൂടുതൽ എമൗണ്ട് വരുന്നത് പിന്നെ നിങ്ങളുടെ വിസ, ടിക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ എക്സ്പെൻസ് അല്ലാതെ ഈ രജിസ്ട്രേഷനും എക്സാമിനും കൂടി വിത്തിൻ 1 lakh എല്ലാം കഴിയും. അത് കഴിഞ്ഞിട്ടാണ് എക്സാം കൊടുത്തത്. കുറേ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് ഒന്ന് വേഗമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി ജോബ് കിട്ടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഇൻഡീഡ്, നൗകരി ഗൾഫ്, ബെയ്റ്റ്, കോണ്ടാക്ട്സ് ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിലും മാക്സിമം ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. അതുവഴിയാണ്, ഇവിടെ മലയാളീസ് ആണ് മൊത്തത്തിൽ. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും മല്ലൂസ് തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അത് എപ്പോഴും ആ ഒരു ബന്ധം ഉണ്ടാവില്ല. എല്ലാരും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നവരാ. സോ യാ,
അപ്പം അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ഇതിൻ്റെ എല്ലാ ബേസിക്സും എക്സാംസിനെ പറ്റിയിട്ടും രജിസ്ട്രേഷനെ പറ്റിയിട്ടും എല്ലാം ഞാൻ അറിയുന്ന ഒരാളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. സോ അതുവരെ ബൈ.